ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावधीतमस्तु मा विद्विषावहे। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं। എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഃ ബൃഹദാരണ്യക ഉപനിഷത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം പഞ്ചമബ്രാഹ്മണം മധുബ്രാഹ്മണം ഷോഡശമന്ത്രം 16ാമത്തെ മന്ത്രം ഒരുമിച്ച് പാരായണം ചെയ്യാം. എല്ലാവരും പ്രാർത്ഥനയോടെ യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മധുകാണ്ഡം അവസാനിക്കാൻ പോവുകയാണ്. അവിടെ മഹാവാക്യ വിചാരത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമാണ്. നമുക്ക് അത് ഉൾക്കൊള്ളുവാനുള്ള അധികാരം നൽകണമെന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുക. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഇദം വൈ തന്മധു ദധ്യം ആധർവണഃ അശുഭ്യാം ഉവാച തദേതത് ഋഷിഃ പശ്യൻ അവോചത് തദ്വാം നരാസനയേദം സ ഉഗ്രം ആവിഷ്കൃണോമി തന്യദുർന വൃഷ്ടിം ദദ്യം ഹ യന്മധ്വാ അധർവണോ വാം അശ്വസ്യ ശീർഷ്ണോ പ്രയധീമ ഉവാച ഇതി. ഇദം വൈ തന്മധു ദദ്യം ആധർവണഃ അശുഭ്യാമുവാച തദേതത് ഋഷിഃ പശ്യൻ അവോചത് ആധർവണായ അശ്വിനൗ ദദീജേ അശ്വം ശിരഃ പ്രത്യേരയതം സവാ മധു പ്രവോചത് ഹൃദായൻ ത്വാംഷ്ട്രം യത് ദസ്രോ വാ അപി കക്ഷ്യം വാ ഇതി. ഇദം വൈ തന്മധു ദധ്യം ആധർവണഃ അശുഭ്യാമുവാച തദേതത് ഋഷിഃ പശ്യൻ അവോചത് പുരച്ചക്രേ ദ്വിപദഃ പുരച്ചക്രേ ചതുഷ്പദഃ പുരഃ സ പക്ഷീം ഭൂത്വാ പുരുഷः ആവിശദ് ഇതി.
സവാ അയം പുരുഷഃ സർവാസു പൂർഷു പൂരീഷയഃ ന ഏനേന കിഞ്ചന അനാവൃതം ന ഏനേന കിഞ്ചന അസംവൃതം. നമ്മുടെ മനസ്സിൽ ആ ചിത്രം എപ്പോഴും ഉണ്ടാകണം. ഒന്ന് സൂത്രധാരൻ, മറ്റൊന്ന് അഥർവണ മഹർഷി, പിന്നെ അശ്വിനികുമാരന്മാർ. അപ്പം ഇവർ സൂത്രധാരൻ, അശ്വിനികുമാരന്മാരും അഥർവണ മഹർഷിയും തമ്മിലുള്ള ബ്രഹ്മവിദ്യാ ഉപദേശത്തിനെ കണ്ടുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെ ദൃക്സാക്ഷി വിവരണം പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ നമ്മൾ, എൻ്റെ ഓർമ്മയിൽ നമ്മൾ മറ്റൊരിടത്ത് പഠിച്ചതായി, സൂത്രധാര രീതിയിൽ പഠിച്ചതായി ഉപനിഷത്തിൽ എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ എൻ്റെ അറിവ് തെറ്റാണെ തിരുത്തി തരിക. ഇവിടെ സൂത്രധാരൻ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ബ്രഹ്മവിദ്യാ ഉപദേശം അശ്വിനികുമാരന്മാർക്ക് അഥർവണ മഹർഷി നൽകുന്നത് നമ്മൾ കണ്ടു. അശ്വിനികുമാരന്മാരോട് ആദ്യം അധ്യാരോപ പ്രക്രിയയിൽ ബ്രഹ്മവിദ്യ ഉപദേശിച്ചു. എല്ലാം സൃഷ്ടിയുമുണ്ട്, പരമാത്മാവാണ് മായാസഹിതനായി അതിനെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടി നടത്തിയതിലെല്ലാം തത് സൃഷ്ട്വാ തഥേവാനു പ്രാവിശത്. പരമാത്മാവ് എല്ലാത്തിനെയും സൃഷ്ടിച്ചു, അതിനുശേഷം അതിലേക്ക് പ്രാവിശത് പ്രവേശിച്ചു. അതായത് പ്രവേശനം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മളൊക്കെ വീട്ടിലേക്ക് പ്രവേശിക്കുക, അല്ല ഗൃഹപ്രവേശം എന്നൊക്കെ ആ അർത്ഥം എടുക്കരുത്. ഇവിടെ പ്രവേശം എന്ന വാക്കിന്, അല്ലെ പ്രാവിശത് എന്ന വാക്കിന് വ്യാപനം എന്നാണ്. പരമാത്മാവ് എല്ലാറ്റിലും എല്ലാമായിട്ടും വ്യാപിച്ചു. അതുകൊണ്ട് പുരുഷൻ എന്ന് നാമധേയം ശാസ്ത്രം വിളിക്കുന്നു. അത് നമ്മൾ കണ്ടു. ശിഷ്യന്മാർക്ക് ആ ബ്രഹ്മവിദ്യയെ മനസ്സിലാകുവാനായി ഉപാസനകൾ, താംഷ്ട്രം എന്ന വാക്കിൽ നമ്മൾ കണ്ടു, ഉപാസനകൾ ഉപദേശിച്ചു. കാരണം ബ്രഹ്മവിദ്യ ഗുരുമുഖാത് ശ്രവണം നടത്തിയാലും ആരാണോ ശ്രവിക്കുന്ന വിദ്യാർത്ഥി അവർക്ക് മോക്ഷം എന്നത് ലഭ്യമാകുകയില്ല. വെറും ശ്രവണം കൊണ്ട് ജീവൻ മുക്തി ലഭിക്കില്ല, അല്ല, ശ്രവണം കൊണ്ട് ജ്ഞാനം ലഭിക്കും. നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുടെ അറിവ് ലഭിക്കുമായിരിക്കും. പക്ഷെ എന്താണോ ഫലം, അല്ല, ശാസ്ത്രം, ആധ്യാത്മിക ശാസ്ത്രം എന്താണോ നമ്മളോട് നിഷ്കർഷിക്കുന്ന ആ ഫലം മോക്ഷമാണ്, അത് ലഭിക്കില്ല. അതിന് ശിഷ്യന്മാരെന്ത് ചെയ്യണം? സാധനകളിലൂടെ, ഉപാസനകളിലൂടെ അധികാരം വളർത്തിയെടുക്കണം. അപ്പോൾ ആ അധികാരം ഇവിടെ അശ്വിനികുമാരന്മാർക്ക് അഥർവണ മഹർഷി ആദിത്യൻ എന്ന ഒറ്റ ഉപാസന ഇവിടെ പറഞ്ഞു നൽകി ഇതായിട്ടേ നമ്മളോട് സൂത്രധാരൻ പറയുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഭാവനയുണ്ടെങ്കിൽ ഈ കഥ മറക്കാതിരിക്കും. സൂത്രധാരൻ നമ്മളോട് പറയുന്ന രീതിയിൽ അപ്പം അദ്ദേഹം പറയുന്നത് ആദിത്യ ഉപാസന മാത്രമല്ല, അനേകം ഉപാസനകൾ നമ്മൾ പഠിച്ച ഏതൊക്കെ ഉപനിഷത്തിൽ ഉപാസനകൾ പഠിച്ചോ അതൊക്കെ. ഇപ്പം കൈവല്യം എടുക്കുവാണെങ്കിൽ ശതരുദ്രീയം നമ്മളോട് പറഞ്ഞു, 100 തവണ രുദ്രം ചമകം ചൊല്ലുന്ന അതൊരു ഉപാസനയായിട്ട് അഥർവണ ഉപനിഷത്തായ കൈവല്യത്തിൽ നമ്മൾ കണ്ടു. തൈത്തരീയ ഉപനിഷത്തിൽ പാങ്ക്ത ഉപാസന, ഓംകാര ഉപാസന, ഒരുപാട് ഉപാസനകൾ, വിദ്യുതി ഉപാസനകളൊക്കെ കണ്ടു. അങ്ങനെ അനേകം ഉപാസന, അല്ലെ നമ്മൾ ചെയ്യുന്ന ഉപാസനകൾ നിഷ്ഠയോടുകൂടി തുടര വേണം. എങ്കിലേ ശ്രവണം കൊണ്ട് ശിഷ്യന് പരിവർത്തനമുണ്ടാകൂ എന്ന് കാണിച്ചു തരുവാനായിട്ടാണ് താംഷ്ട്രം എന്ന വാക്ക് പറഞ്ഞു തന്നത്. അതിനുശേഷം അദ്ദേഹം സൂത്രധാരൻ അവസാനം നമ്മളോട് പറഞ്ഞത് ഇത് വളരെ രഹസ്യമായ വിദ്യയാകുന്നു. നമ്മൾക്ക് അജ്ഞാനമുള്ളിടത്തോളം കാലം ബ്രഹ്മവിദ്യ എന്നത് നമ്മളിൽ നിന്നും എത്രയോ അകലെയായിരിക്കും. അതായത് സാധനകളിലൂടെ, ഉപാസനകളിലൂടെ ചിത്തശുദ്ധി ആർജിച്ച് സാധന ചതുഷ്ടയത്തിലൂടെ മാത്രമേ മോക്ഷപ്രാപ്തി ലഭിക്കൂ. ശ്രവണായാമപി ബഹുവീര്യോന ലഭ്യഃ എന്നന്തോനോ ബഹവോ എന്ന കച്ചിത് ആശ്ചര്യോ വക്ത കുശലോസ്യ ലഭ്യഃ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ടഃ. കഠോപനിഷത്ത്. ഇത് എത്ര ശ്രവിച്ചിട്ടും ബഹുവീര്യോന ന ലഭ്യഃ, ഇത് ലഭ്യമല്ല എന്ന് നചികേതസൻ്റെ അടുത്തും യമധർമ്മരാജൻ പറയുന്നത് നമ്മൾ കണ്ടതാണ്.
അപ്പോൾ അത് തന്നെ ഇവിടെ രഹസ്യം എന്ന വാക്കുകൂടി പറഞ്ഞു നൽകി. അതിനുശേഷം 18ാമത്തെ മന്ത്രത്തിൽ അഥർവണ മഹർഷി തൻ്റെ തന്നെ ശിരസ് ഛേദിച്ചുകൊണ്ട് അപവാദം ശിഷ്യന്മാർക്ക് ഉപദേശിക്കാതെ തന്നെ കാണിച്ചു കൊടുക്കുക. പ്രാക്ടിക്കൽ എക്സ്പെരിമെൻ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെ അദ്ദേഹം തന്നെ കാണിച്ചു കൊടുക്കുകയാണ് അപവാദ പ്രക്രിയ. ആ ശിരച്ഛേദനം എന്ന കഥയിലൂടെ അല്ലെങ്കിൽ ആഖ്യായികയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ്. ശരീരബോധം തീരെ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഗുരു ശിരസ് ഛേദിച്ച് ശിഷ്യന്മാർക്ക് കാട്ടിക്കൊടുത്തത്. അപ്പോൾ ആ ശിരച്ഛേദനം അശ്വിനി കുമാരന്മാർക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ, നമ്മൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ എന്നത് അവിടെ വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ശിഷ്യരുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് വീണ്ടും 18ാമത്തെ മന്ത്രത്തിൽ അശ്വിനി കുമാരന്മാർക്ക് അപവാദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ, അതായത് ശരീരബോധം, അപവാദം എന്ന് വെച്ചാൽ എന്താ, ഇതൊന്നും ശാശ്വതമല്ല, എൻ്റെ ശരീരവും ശാശ്വതമല്ലെന്ന് ഗുരു കാട്ടിത്തന്നു. അപ്പോൾ ശരീരം ശാശ്വതമല്ലെന്ന് നമ്മൾക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ഗുരുനാഥൻ വീണ്ടും അധ്യാരോപം പറയുകയാണ്. എല്ലാം ഉണ്ടെന്ന് വിശ്വസിച്ചോളൂ, പക്ഷെ അതിലൊക്കെ ഈശ്വരനെ കാണൂ. അത് നമ്മൾ കണ്ടു. പുരചക്രേ ദ്വിപദഃ പുരചക്രേ ചതുഷ്പദഃ അല്ലേ, ഇരുകാലികളായിക്കോട്ടെ അല്ലേ, എത്ര കാലുള്ള ജീവികളായിക്കോട്ടെ അവയിലൊക്കെ പരമാത്മ ചൈതന്യം ഉണ്ട് എന്ന് സാധനയിലൂടെ ഉപാസനയിലൂടെ വളരൂ, മനസ്സിനെ വിശാലമാക്കൂ എന്ന് 18ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു തന്നു. എങ്ങനെ വിശാലമാക്കാൻ സാധിക്കും? അതിലൊക്കെ ഏത് ജീവാത്മാവിലും കുടികൊള്ളുന്നത് പരമാത്മാവാണ്. ആ പരമാത്മാവ് എല്ലാറ്റിലും വ്യാപിച്ചു കുടികൊള്ളുന്നതിനാൽ അതിനെ ഇവിടെ പുരുഷൻ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അത് വ്യാപിക്കാത്തതായി ഒരു സ്ഥലവുമില്ല എന്ന് ആവർത്തിച്ചു അല്ലേ. അതപ്പോൾ എന്താണ്? ന ഏനേന കിഞ്ചന അനാവൃതം, ന ഏനേന കിഞ്ചന അസംവൃതം. അപ്പം അത് വീപ്സ ശബ്ദമാണ് അല്ലേ, അത് ആവർത്തിച്ച് ഉപദേശം പറഞ്ഞു തരികയാണ്. എന്തിനു വേണ്ടി? നമ്മൾ ആവർത്തിച്ച് മനനം ചെയ്യുക. ആവർത്തന ഉപദേശം എന്തിനു വേണ്ടിയാണ്? നമ്മൾ വീണ്ടും ഗുരു ഉപദേശിച്ചതിനെ ആവർത്തിച്ച് മനനം വേണം എന്ന് മനന സാധന പറയാണ്ട് പറയുകയാണ്. ശ്രദ്ധിക്കണേ, മനന സാധന ഗുരുനാഥൻ നിങ്ങൾ ചെയ്യണം, മനനം ചെയ്യണമെന്ന് പറയാണ്ട് നമ്മളോട് പറയുകയാണ്. നിങ്ങൾ വീണ്ടും അത് ചിന്തിക്കണം. ഏത്? പരമാത്മാവ് ആവൃതം ചെയ്യാത്ത, വ്യാപിക്കാത്ത ഒരിടവുമില്ല എന്ന്. അങ്ങനെ 18 മന്ത്രങ്ങൾ നമ്മൾ കഴിഞ്ഞു. അടുത്തതിലേക്ക് പോകാം. 19ാമത്തെ മന്ത്രം. ഇദം വൈ തൻ മധു ദധ്യം ആധർവണഃ അല്ലെങ്കിൽ അധർവണഃ അശുഭ്യാം ഉവാച തത് ഏതത് ഋഷിഃ പശ്യൻ അവോചത് രൂപം പ്രതിരൂപോ ബഭൂവ. അത് അണ്ടർലൈൻ ചെയ്തോളൂ. രൂപം പ്രതിരൂപോ ബഭൂവ തദസ്യ രൂപം പ്രതിചക്ഷണായ. അവിടെ എല്ലാം അണ്ടർലൈൻ ചെയ്തോളൂ. ഇനിയുള്ള ഫുള്ള് മന്ത്രവും, അതായത് രൂപം മുതൽ 19ാമത്തെ മന്ത്രം അവസാനിക്കുന്നത് വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് മുഴുവൻ അണ്ടർലൈൻ ചെയ്യുകയോ ഹൈലൈറ്റ് ചെയ്യുകയോ എങ്ങനെയാണോ നിങ്ങൾക്ക് പിന്നീട് എടുത്ത് നോക്കുമ്പം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ആ രീതിയിൽ ആ മന്ത്രത്തിനെ ഉറപ്പിച്ചു വെക്കുക. രൂപം പ്രതിരൂപോ ബഭൂവ തദസ്യ രൂപം പ്രതിചക്ഷണായ ഇന്ദ്രോ മായാഭിഹി പുരുരൂപയതേ. വളരെ ഫേമസ് ആയിട്ടുള്ള കൊട്ടേഷനാണത്. നിങ്ങൾ പല മഹാത്മാക്കളുടെയും സത്സംഗത്തിലൊക്കെ കേട്ടിട്ടുണ്ടാകാം. ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ തൻ്റെ ഭാഷ്യത്തിൽ ഒരുപാട് സ്ഥലത്ത് ഈ കൊട്ടേഷൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളും അത് ഈ ബൃഹദാരണ്യത്തിൽ തന്നെ ഒരു തവണ കണ്ടിരുന്നു. വീണ്ടും അതിൻ്റെ യഥാർത്ഥ സ്ഥാനം വന്നിരിക്കുകയാണ്. ഇന്ദ്രോ മായാഭിഹി പുരുരൂപയതേ.
ഉപനിഷത്തിൽ മായാശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. മായാസഹിതനായി ഇന്ദ്രൻ, ഇന്ദ്രൻ എന്ന് വെച്ചാൽ നേതാ, പരമാത്മാവ്. ഇന്ദ്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ ഈശ്വരൻ എന്നാണ്. അത് മായാഭിഹി എന്ന് വെച്ചാൽ മായാസഹിതനായി, ദ്വിവചനമാണ്. ഏകവചനം മായ, മായാഭിഹി എന്ന് പറയുമ്പോൾ ദ്വിവചനം വരും. മായാസഹിതനായിക്കൊണ്ട് പുരുരൂപ. നമുക്ക് അതിലേക്ക് വരാം, ഞാൻ മറന്നുപോയി, നമ്മൾ അന്വയം നടത്തുകയാണല്ലോ. യുക്താഹി അസ്യ ഹരയഃ ശതാ ദശ ഇതി. യുക്താ ഹി അസ്യ ഹരയഃ ശതാ ദശ ഇതി. അയം വൈ ഹരയഃ, അയം വൈ ദശ ച സഹസ്രാണി, ബഹൂനി ച അനന്താനി ച, ബഹൂനി ച അനന്താനി ച, തദേതത് ബ്രഹ്മ അപൂർവം അനപരം അനന്തരം അബാഹ്യം അയമാത്മാ ബ്രഹ്മ. കേട്ടിട്ടുണ്ടാവും എല്ലാവരും, മഹാവാക്യാണ്. അയം ആത്മാ ബ്രഹ്മ. അത് ബ്രാക്കറ്റിലോ എങ്ങനെയും കോളത്തിലോ ഇടുക, അയം ആത്മാ ബ്രഹ്മ. സർവ അനുഭൂഹു ഇതി അനുശാസനം. സർവ അനുഭൂഹു ഇതി അനുശാസനം. സർവാനുഭൂരിത്യനുശാസനം എന്നാണ് സമസ്തപദം. അതിനെ പിരിക്കേണ്ടത് സർവ അനുഭൂഹു, ഭൂഹു, ഭൂ കഴിഞ്ഞ് വിസർഗം, അനുഭൂഹു ഇതി അനുശാസനം. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മളിത് പുതിയ വാക്കുകളാണ്. അപ്പോൾ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നാൽ നിങ്ങൾ അപ്പം തന്നെ ചൂണ്ടിക്കാണിക്കണം. അല്ലാണ്ട് അയ്യോ ഇത് പറഞ്ഞു എന്നെ ഇനി കോർണർ ചെയ്യുമോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ചിലപ്പോൾ തെറ്റ് വന്നാൽ നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെയല്ല എന്ന് ധൈര്യത്തോടു കൂടി പറയണം. മത്വാ ധീരോ ന ശോചതി. ധീരന്മാരാകണം നമ്മൾ. അതുകൊണ്ട് നിങ്ങൾ, ഞാൻ വായിക്കുന്നതിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ ദയവായി പറയുക. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇദം വൈ തന്മധു ദധ്യങ് അധർവണഃ അല്ലെങ്കിൽ ആധർവണഃ അശ്വഭ്യാമുവാച തദേതത് ഋഷിഃ പശ്യന്നവോചത്. രൂപം രൂപം പ്രതിരൂപോ ബഭൂവ തദസ്യ രൂപം പ്രതിചക്ഷണായ. ഇന്ദ്രോ മായാഭിഃ പുരുരൂപയീയതേ യുക്താ ഹി അസ്യ ഹരയഃ ശതാ ദശ ഇതി. അയം വൈ ഹരയഃ, അയം വൈ ദശ ച സഹസ്രാണി, ബഹൂനി ച അനന്താനി ച, തദേതത് ബ്രഹ്മ അപൂർവം അനപരം അനന്തരം അബാഹ്യം അയമാത്മാ ബ്രഹ്മ. സർവ അനുഭൂഹു ഇതി അനുശാസനം. നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. ഇദം വൈ തന്മധു ദധ്യങ് ആധർവണഃ അശ്വഭ്യാമുവാച തദേതത് ഋഷിഃ പശ്യൻ അവോചത്. രൂപം രൂപം പ്രതിരൂപോ ബഭൂവ തദസ്യ രൂപം പ്രതിചക്ഷണായ. ഇന്ദ്രോ മായാഭിഃ പുരുരൂപയീയതേ യുക്താ ഹി അസ്യ ഹരയഃ ശതാ ദശ ഇതി. അയം വൈ ഹരയഃ, അയം വൈ ദശ ച സഹസ്രാണി, ബഹൂനി ച അനന്താനി ച, തദേതത് ബ്രഹ്മ അപൂർവം അനപരം അനന്തരം അബാഹ്യം അയമാത്മാ ബ്രഹ്മ. സർവ അനുഭൂഹു ഇതി അനുശാസനം. ഇദം വൈ തന്മധു ദധ്യങ് ആധർവണഃ അശ്വഭ്യാം ഉവാച തദേതത് ഋഷിഃ പശ്യൻ അവോചത്. രൂപം രൂപം പ്രതിരൂപോ ബഭൂവ തദസ്യ രൂപം പ്രതിചക്ഷണായ. ഇന്ദ്രോ മായാഭിഃ പുരുരൂപയീയതേ യുക്താ ഹി അസ്യ ഹരയഃ ശതാ ദശ ഇതി.
അയം വൈ ഹരയഃ അയം വൈ ദശ ച സഹസ്രാണി ബഹൂനി ച അനന്താനി ച തദേതത് ബ്രഹ്മ അപൂർവം അനപരം അനന്തരം അബാഹ്യം അയമാത്മാ ബ്രഹ്മ സർവ അനുഭൂഃ ഇതി അനുശാസനം. ഇത് കാണ്വശഃ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം പഞ്ചമബ്രാഹ്മണം മധുബ്രാഹ്മണം സമാപ്തം. അത്രയൊന്നും എഴുതണ്ട കേട്ടോ, വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. ദ്വിതീയോധ്യായം പഞ്ചമബ്രാഹ്മണം മധുബ്രാഹ്മണം സമാപ്തം. ഓക്കെ, എഴുതിക്കോളൂ. 19ാമത്തെ മന്ത്രം, അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ദ്വൈതാപത്തി നിവൃത്തി. ദ്വൈത ആപത്തി ഒരുമിച്ച് പറയുമ്പോൾ ദ്വൈതാപത്തി എന്ന് പറയും. രണ്ട് പദമാണ്. ദ്വൈത ആപത്തി നിവൃത്തി. അതാണ് 19ാമത്തെ മന്ത്രത്തിൻ്റെ ഒരു കാതൽ, അല്ലെ സമ്മറി എന്ന് പറയും. ഈ കാര്യമാണ് നമ്മളോട് മഹാവാക്യത്തിലൂടെ പറഞ്ഞു തരുന്നത്. മഹാവാക്യം എന്തെന്ന് അവിടെ എത്തുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഹെഡിങ് എന്താണെന്ന് നോക്കാം. ദ്വൈത ആപത്തി നിവൃത്തി. ദ്വൈതം എന്ന് വെച്ചാൽ എന്താണ്? രണ്ടെന്നുള്ള ഭാവം. ഞാൻ വേറെ, ഈശ്വരൻ വേറെ, അല്ലെങ്കിൽ ഞാൻ വേറെ, സർവചരാചരങ്ങളും വേറെ. ഇവരൊന്നും എൻ്റെ കൂടെ ഉള്ളവരല്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നു, ഞാൻ ഒറ്റയ്ക്കാണ്, ഇത്യാദി ചിന്ത. ദ്വൈതം അല്ലേ? ദ്വൈതം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് ദ്വൈതം എന്ന വാക്കിന് നമ്മുടെ സനാതനധർമ്മത്തിൽ അർത്ഥം എന്താണ്? ഭഗവാൻ എവിടെയോ ഇരിക്കുന്നു, സുഖിക്കുന്നു അല്ലേ? ഭഗവാന് കാല് തടവാൻ ആള് അല്ലേ? ഭഗവാനെ സേവിക്കാൻ സേവകര്, ഭൃത്യന്മാർ അല്ലേ? ഭഗവാന് ഇത് ക്ഷീരസാഗരം വേണേ അത്, കൈലാസം വേണേ അത്, ഞാൻ ഇവിടെ കിടന്ന് ദുഃഖിക്കുന്നു, എൻ്റെ ദുഃഖമൊന്നും കാണുന്നില്ല, ഇത്യാദി ചിന്തകൾ. ദ്വൈതം അതായത് ഈശ്വരൻ എന്നിൽ നിന്നും അന്യമെന്നുള്ള ആ ഭാവം, അതിനെയാണ് ദ്വൈതം എന്നുള്ള വാക്കിന് സനാതന ധർമ്മം അല്ലെ നമ്മുടെ ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ അർത്ഥം. ദ്വൈതം എന്ന വാക്കിന് അർത്ഥം. അപ്പോൾ എന്താണ്? ദ്വൈതം ഉള്ളിടത്തോളം കാലം എന്താണ്? ദുഃഖമാണ് ഫലം. അപ്പോൾ അത് ആപത്തി, അത് വലിയ ആപത്തിയാണെന്ന്. ആപത്തി എന്ന് വെച്ചാൽ വളരെ വളരെ ഡേഞ്ചറാണെന്ന്. ആപത്തി എന്ന വാക്കിൻ്റെ അർത്ഥം അത് വളരെ, നമ്മൾ ഈ ട്രാൻസ്ഫോമറിലൊക്കെ എഴുതി വെച്ചിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ? നിരത്തുമ്പോൾ നടക്കുമ്പം കാണാം, ഇങ്ങനെ വലിയ ട്രാൻസ്ഫോമർ കാണും. അവിടെ ഒരാളുടെ ഈ അസ്ഥികൂടത്തിൻ്റെ തല കാണും അല്ലേ? ചമ്മല മഷിയിൽ എഴുതും ഡേഞ്ചർ എന്ന് എഴുതി വെക്കുക, അപായം എന്ന് എഴുതി വെക്കാറ് കാണാറില്ല. അതാണ് ആപത്തി എന്ന വാക്കിൻ്റെ അർത്ഥം അപായം. ഇത് എന്തിനിത് പറയുന്നത്? നിങ്ങൾ നിരത്തുമ്പോൾ കൂടെ നടക്കുമ്പോൾ ഇത് ഓർക്കണം, ഇത് കാണുമ്പോൾ. അതാണ് നമ്മുടെ നിത്യജീവിതവുമായി ഇതെപ്പോഴും കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഈ വാക്കുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. ദ്വൈത അത് വലിയ അപായമാണെന്ന്. അതായത് അപായം എന്ന് വെച്ചാൽ അത് നമുക്ക് ദുഃഖം. നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ അവിടുത്തെ എന്തിനാ അപായം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? അതിൽ വളരെ വളരെ ഹൈ വോൾട്ട് കറണ്ടാണുള്ളത്. അതിൽ തൊട്ടാൽ നമുക്ക് പൊള്ളും, മരണത്തിലേക്ക് നമ്മൾ പോകും. അതാണ് അതിൽ തൊടരുത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ദ്വൈതത്തിലേക്ക് നമ്മൾ പോകരുത്, അത് വലിയ അപകടമാണ്. അത് നമുക്ക് ഇവിടെ മരണമല്ല, നമ്മൾ ട്രാൻസ്ഫോമറിനെ തൊടുമ്പോൾ ഉള്ള മരണമല്ല. ഇവിടെ എന്താണ് അപകടം? പുനർജന്മം. വീണ്ടും വീണ്ടും നമ്മൾ ദുഃഖം, പിന്നെ ഇടയ്ക്കൊരു സുഖം, വീണ്ടും ദുഃഖം. അതായത് തൃപ്തിയില്ലായ്മ. അത് നമുക്ക് ഒന്നുകൊണ്ടും പൂർണ്ണതയില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ അത് നിവൃത്തി, അതിനെ നാശം ചെയ്യാനായിട്ട്, അതിനെ ഇല്ലാണ്ടാക്കുവാൻ ഉള്ള ഉപായങ്ങൾ, മാർഗങ്ങൾ ഇവിടെ അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാരോട് ഉപദേശിക്കുകയാണ്. അവസാനമാണ് ഉപദേശം, അവസാനിപ്പിക്കുകയാണ്. അതോടുകൂടി മധുബ്രാഹ്മണവും അവസാനിക്കും.
അപ്പോൾ എന്താണ് ആ നിവൃത്തി മാർഗങ്ങൾ, അത് ഇല്ലാണ്ടാക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തതെന്ന് ഇവിടെ സൂത്രധാരൻ അല്ലെ ദൃക്സാക്ഷി മഹർഷി നമ്മളോട് പറഞ്ഞു തരികയാണ്. എന്താണ്? ഇതം വൈ തന്മധു ദധ്യൻ ആധർവണ അശ്വഭ്യാമുവാച തദേതത് ഋഷി പശ്യന്നവോചത്. 16 മുതലുള്ള മന്ത്രങ്ങളിൽ നമ്മൾ കണ്ട കാര്യം തന്നെ ഇവിടെ ദൃക്സാക്ഷിയായിക്കൊണ്ട് മഹർഷി അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാർക്ക് ഉപദേശിച്ചത് കണ്ടുകൊണ്ട് നമ്മളോട് പറയുകയാണ്. എന്താണ്? ഇനിയും കണ്ട കാര്യമാണ്. അതാണ് അടുത്ത വാക്ക്. നമ്മളിത് പഠിച്ചിട്ടുണ്ട്. രൂപം രൂപം പ്രതിരൂപോ ബഭൂവ. എഴുതിക്കോളൂ. കഠോപനിഷത്ത് 1. ഒരു മിനിറ്റ്. കഠോപനിഷത്ത് പഞ്ചമ വരെ 5.9-10 കഠോപനിഷത്ത് 5-ാം വല്ലി 9-ാമത്തെ മന്ത്രം 10-ാമത്തെ മന്ത്രം. കഠോപനിഷത്ത് അത് തന്നെ 9, 10. കഠോപനിഷത്ത് 2.5 ആണ് കേട്ടോ. 2-ാം അധ്യായം 5-ാം വല്ലി 9, 10 മന്ത്രങ്ങൾ. അതായത് കഠോപനിഷത്ത് 2 അധ്യായങ്ങളാണ്. 1 മുതൽ 3 വരെയുള്ള വല്ലി 1-ാം അധ്യായം, 4 മുതൽ 6 വരെയുള്ള വല്ലി 2-ാം അധ്യായം. അല്ലേ? വല്ലി എന്ന് വെച്ചാൽ ചാപ്റ്റർ. അപ്പോൾ 3 ചാപ്റ്റർ ചേരുന്നത് അല്ലേ, 3 വല്ലി എന്ന് വെച്ചാൽ സെക്ഷൻ. 3 സെക്ഷൻ ചേരുന്നതാണ് 1-ാമത്തെ അധ്യായം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 3 സെക്ഷൻ, സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 3 സെക്ഷൻ. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററാണിത്. 2.5 എന്ന് വെച്ചാൽ 5-ാം വല്ലി, 9 and 10th മന്ത്രം. 2.5.9. പുസ്തകം ഉള്ളവരെടുക്കുക. 9-ാമത്തെ മന്ത്രം. അഗ്നൈരഥൈകോ ഭുവനം പ്രവിഷ്ടഃ രൂപം രൂപം പ്രതിരൂപോ ബഭൂവ ഏകസ്തഥാ സർവഭൂതാന്തരാത്മാ രൂപം രൂപം പ്രതിരൂപോ ബഹുച്ഛ. വായുർരഥൈകോ ഭുവനം പ്രതിഷ്ഠ രൂപം രൂപം പ്രതിരൂപോ ബഭൂവ ഏകസ്തഥാ സർവഭൂതാന്തരാത്മാ രൂപം രൂപം പ്രതിരൂപോ ബഹിച്ച. അതായത് ഇത് മുഴുവൻ ചൊല്ലാൻ കാരണം 4 തവണ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഇവിടെ പറയുന്നു. രൂപം രൂപം പ്രതിരൂപോ ബഭൂവ. എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബൃഹദാരണ്യത്തിലേക്ക് മടങ്ങി വരാം. മഹർഷി ദൃക്സാക്ഷിയായിക്കൊണ്ട് നമ്മളോട് പറയുകയാണ്. എന്താണ് അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാരോട് പറയുന്നത്? രൂപം രൂപം പ്രതിരൂപോ ബഭൂവ എന്ന് വെച്ചാൽ ഈശ്വരനാൽ അല്ലെ പരമാത്മാവിനാൽ ഓരോ രൂപത്തിൽ, രൂപം രൂപം എന്ന് വെച്ചാൽ ഓരോ രൂപങ്ങളിൽ ഓരോ രൂപങ്ങൾ. ഇവിടെ രൂപം എന്ന് വെച്ചാൽ ശരീരം. ഓരോ ജീവാത്മാക്കളിലും അല്ലെങ്കിൽ ഓരോ ശരീരങ്ങളിലും. രൂപം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ശരീരം എന്നെടുക്കുക, അല്ലെങ്കിൽ ജീവാത്മാ എന്നും എടുക്കുക. അപ്പോൾ അതെങ്ങനെ വ്യാഖ്യാനിക്കണം? മഹർഷി പറയുകയാണ്, അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാരോട് ഇങ്ങനെയാണ് പറഞ്ഞത്. അത് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ കേട്ടോളൂ. അശ്വിനി കുമാരന്മാർ കേൾക്കുകയാണ്, അതോടൊപ്പം നമ്മളും കേൾക്കുകയാണ്. എന്താണ്? ഓരോ ശരീരങ്ങളിലും ഓരോ ജീവാത്മാക്കളിലും പ്രതിരൂപോ ബഭൂവ, പരമാത്മാവിൻ്റെ പ്രതിരൂപം തന്നെയാണ് ഓരോ ജീവാത്മാക്കളും. അപ്പം നമ്മളൊക്കെ ഈശ്വരൻ്റെ പ്രതിരൂപങ്ങളാണ്. ഭഗവാൻ ശംഖചക്ര ഗദാധാരിയായി എവിടെയോ നിൽക്കുകയല്ല അല്ലേ? അല്ലെങ്കിൽ ഭഗവാൻ എന്താണ് പഞ്ചലോഹ വിഗ്രഹത്തിലോ ശിലകളിലോ അല്ലെങ്കിൽ മറ്റ് ലോകങ്ങളിലോ ഒന്നുമല്ല. എവിടെയാണ് ഭഗവാനുള്ളത്? ഓരോ രൂപങ്ങളിലും പ്രതിബിംബിക്കുന്നത് ആരാണ്? പരമാത്മാവ് തന്നെയാണ്. അപ്പം ഇവിടെ സർവാത്മഭാവം അത് തന്നെയാണ്. ഈ രൂപം രൂപം പ്രതിരൂപോ എന്ന് പറഞ്ഞാൽ എന്താണ്?
മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? രൂപം രൂപം പ്രതിരൂപം എന്ന് വെച്ചാൽ എന്താണ്? സർവാത്മഭാവം. എല്ലാറ്റിലും ഭഗവാനെ കാണൂ. എല്ലാ ജീവാത്മാക്കളിലും പ്രതിബിംബിക്കുന്നത് ഭഗവാന്റെ രൂപം തന്നെയാണ്. അപ്പം എന്താണ്? ആ ഭാവമുണ്ടായാൽ നമുക്ക് ദ്വൈതം മാറി. ദ്വൈതാപത്തിയല്ലേ നമ്മുടെ പ്രശ്നം. ആ ആപത്തി മാറി. എല്ലാറ്റിലും ഈശ്വരനെ കാണൂ. എല്ലാറ്റിലും ഈശ്വരനെ കണ്ട സർവാത്മഭാവമായി. സർവാത്മഭാവം മോക്ഷം. അത് ഒറ്റ സെൻറ്റൻസിൽ ഇവിടെ പറയുകയാണ്. ഇത് തന്നെയാണ് കഠോപനിഷത്തിൽ നചികേതസിനും യമധർമ്മരാജൻ പറഞ്ഞു കൊടുത്തത് അല്ലേ? ഇനി ഒരു പുനരാവൃത്തി ഇല്ലാത്ത തീവ്ര വൈരാഗ്യത്തോടു കൂടി അച്ഛൻ ഉപേക്ഷിച്ച കുട്ടി വന്നിരിക്കുകയാണ് യമധർമ്മരാജൻ്റെ അടുത്ത്. അപ്പോൾ ആ നചികേതസ് പറഞ്ഞ എന്താണ്? എനിക്ക് ഇനി മടങ്ങി പോകണ്ട, എനിക്ക് മോക്ഷമാണ് വേണ്ടതെന്ന്. അപ്പോൾ പറഞ്ഞു, എങ്ങനെ മോക്ഷം കിട്ടും? ദ്വൈതം മാറിയാൽ. അത് തന്നെ ഇവിടെയും അഥർവണ മഹർഷിയും പറയുന്നു. അത് കൃഷ്ണ യജുർവേദമാണെങ്കിൽ ഇത് ശുക്ല യജുർവേദമാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ? അതിലെ താല്പര്യം ഒന്ന് തന്നെയാണ്. രൂപം രൂപം. നിങ്ങൾ എപ്പോഴേലുമൊക്കെ ഇങ്ങനെ പാട്ട് പോലെ ചൊല്ലി നടക്കണം കേട്ടോ, ഭക്ഷണം പാകം ചെയ്യുമ്പോഴും അല്ലേ? എവിടെയൊക്കെയാണല്ലോ നമുക്ക് സാഹചര്യം. അപ്പോൾ എന്താണ്? ഓരോ രൂപം. രൂപം രൂപം പ്രതിരൂപോ ബഭൂവ അല്ലേ? എല്ലാ രൂപവും ഈശ്വരൻ്റെ പ്രതിരൂപങ്ങളാണ്. പല രൂപത്തിൽ അല്ലേ? ഇപ്പം എത്ര കോടി ജനങ്ങളുണ്ടോ അതിലൊക്കെ അല്ലേ? മനുഷ്യരെന്ന ഒരു ഗണം എത്രയോ കോടി, മറ്റ് ജീവചരാചരങ്ങൾ എത്രയോ കോടി, അതിലൊക്കെ പ്രതിബിംബിക്കുന്നത് ഈശ്വരൻ്റെ രൂപമാണ്. അപ്പം എന്താണ്? നമ്മളുടെ ആ ഇടുങ്ങിയ ചിന്താഗതി മാറും. ഭഗവാൻ അല്ല ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പൂജാമുറിയിൽ മാത്രമേ ഉള്ളൂ. തുടക്കത്തിൽ അത് നമുക്ക് ആവശ്യമാണ്, നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുവാനായിട്ട്. അതിൽ നിന്നും നമ്മുടെ മനസ്സിനെ വിശാലമാക്കുമ്പോൾ എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ സാധിക്കും. ആ വിശാലതയാണ് മോക്ഷം. അതിവിടെ പറഞ്ഞു തരികയാണ്. അത് കഴിഞ്ഞ് പറയുന്നത് എന്താണ്? തദസ്യ രൂപം പ്രതിചക്ഷണായ. തദസ്യ രൂപം പ്രതിചക്ഷണായ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഭഗവാൻ ഏത് ശരീരത്തിൽ പ്രവേശിച്ചാലും ആ രൂപത്തെ സ്വീകരിക്കുമെന്നാണ്. അതാണ് തദസ്യ രൂപം. ഏത് ശരീരം, ഇപ്പം മനുഷ്യൻ എന്ന ശരീരത്തിൽ പ്രവേശിച്ചു അല്ലേ? അപ്പോൾ എന്താണ്? മനുഷ്യൻ്റെ രൂപം ഭഗവാൻ അല്ലേ? പക്ഷിയുടെ ശരീരത്തിൽ പക്ഷിയുടെ രൂപം ഭഗവാൻ, നായയുടെ ശരീരത്തിൽ നായയുടെ രൂപം ഭഗവാൻ. അതാണ് തദസ്യ രൂപം പ്രതിചക്ഷണായ എന്ന് വെച്ചാൽ അല്ലേ? ആമയുടെ ശരീരം ആമയുടെ രൂപം ഭഗവാൻ അല്ലേ? മത്സ്യത്തിൻ്റെ ശരീരത്തിൽ മത്സ്യത്തിൻ്റെ രൂപം ഭഗവാൻ. ഏത് ശരീരത്തിൽ പ്രവേശിച്ചാൽ അതാണ് തദസ്യ രൂപം. ഏത് ശരീരം സ്വീകരിച്ചാലും ആ രൂപം എങ്ങനെയാണോ ആ രൂപം തന്നെ ഭഗവാനും കൈക്കൊള്ളും. അല്ലാണ്ട് നമ്മുടെ ശരീരത്തിൽ ഭഗവാൻ പ്രവേശിച്ചിട്ട് വേറൊരു രൂപത്തിലിരിക്കുകയല്ല. അപ്പോൾ അവിടെ ദ്വൈതമായി. അപ്പോൾ ഭഗവാൻ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് മനസ്സിലായി ഭഗവാൻ എൻ്റെ ശരീരത്തിലുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ വേറെ ആയിട്ടാണ് കാണുന്നെങ്കിലോ ദ്വൈതമായില്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഏത് ശരീരത്തിൽ പ്രവേശിച്ചാലും ആ രൂപം കൈക്കൊള്ളും. വൃക്ഷം എന്ന ശരീരം, വൃക്ഷത്തിൻ്റെ രൂപം ഭഗവാൻ അല്ലേ? നദിയുടെ രൂപം ഭഗവാൻ, സമുദ്രത്തിൻ്റെ രൂപം ഭഗവാൻ, തിമിംഗലത്തിൻ്റെ രൂപം ഭഗവാൻ. ഏതൊക്കെ ജീവചരാചരങ്ങളിൽ പ്രവേശിച്ചിട്ടുണ്ടോ അല്ലേ? ഭഗവാൻ പ്രവേശിക്കാത്തായ ഒരു ജീവചരാചരവുമില്ല. അപ്പോൾ എന്താണ്? ഈ രൂപമൊക്കെ ഭഗവാന്റെ രൂപമാണ്. അതാണ് തദസ്യ രൂപം പ്രതിചക്ഷണായ. രൂപം രൂപം പ്രതിരൂപോ ബഭൂവ തദസ്യ രൂപം പ്രതിചക്ഷണായ. കാണാണ്ട് പഠിക്കുക, സാധിക്കുന്നവർ പഠിക്കുക. ഞാൻ ആരെയും നിർബന്ധിക്കില്ല. കാരണം പലർക്കും കാണാണ്ട് പഠിക്കാനുള്ള കപ്പാസിറ്റി ചിലവർ കാണൂല, അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം, അവർ തന്നെ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുമായിരിക്കും. അയ്യോ എന്നെ കൊണ്ട് കാണാണ്ട് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് സാധിക്കുന്നവർ പഠിക്കുക. ഈ വാക്ക് രൂപം രൂപം പ്രതിരൂപോ ബഭൂവ തദസ്യ രൂപം പ്രതിചക്ഷണായ. ഓക്കെ,
അതിനുശേഷം പറയുന്നു ഇന്ദ്രോ മായാഭിഹി. ഒരു കാര്യം കൂടെ ഭാഷ്യത്തിൽ പറയുന്നതാണ്, മറന്നുപോയി പറയാൻ ക്ഷമിക്കുക. എന്തിന് അഥർവണ മഹർഷി ഇങ്ങനെ അശ്വിനി കുമാരന്മാരോട് പറഞ്ഞു എന്ന്? അദ്ദേഹത്തിന് ദേവേന്ദ്രൻ തല വെട്ടാൻ വന്നില്ലേ, ആ കഥയില്ലേ? അപ്പോൾ അദ്ദേഹം മഹാസിദ്ധനാണ്, മഹാത്മാവാണ് അഥർവണ മഹർഷി. ഒന്ന് ആലോചിച്ച് നോക്കണം. അഥർവണ വേദം മുഴുവൻ കിട്ടിയ മന്ത്രദ്രഷ്ടാവാണ് അദ്ദേഹം. നിസാരക്കാരനല്ല. അദ്ദേഹത്തിന് ദേവേന്ദ്രനെ തടുക്കുവാനുള്ള മായാശക്തിയൊക്കെ ഉള്ള ആൾ തന്നെയാണ്. എന്നിട്ട് പോലും ദേവേന്ദ്രൻ തല വെട്ടാൻ വന്നപ്പോൾ അത് നിന്നു കൊടുത്തു അതിന്, അല്ലേ? അത് മാത്രമല്ല, അശ്വത്തിൻ്റെ തല കൊണ്ട് വെക്കാൻ അതിനും സമ്മതിച്ചു കൊടുത്തു. അതൊക്കെ ഇല്ലാണ്ടാക്കാനുള്ള മഹാത്മാവ് തന്നെയാണ് അഥർവണ മഹർഷി. വെറുതെ ഒരു സാധാരണ ആളല്ല. അപ്പം എന്നിട്ടും എന്തുകൊണ്ട് ദേവേന്ദ്രൻ തല ഇറക്കാൻ വന്നപ്പോഴും നിന്നു കൊടുത്തു? അദ്ദേഹത്തിന് അറിയാം, രൂപം പ്രതിരൂപം. എന്നെ തല ഇറക്കാൻ വന്ന ദേവേന്ദ്രനും ഉള്ളിലും കുടികൊള്ളുന്നത്, ശ്രദ്ധിക്കണേ, ഭാഷ്യത്തിൽ പറയുന്നതാണിത്. എൻ്റെ തല ഇറക്കാൻ വന്ന ദേവേന്ദ്രൻ്റെ ഉള്ളിലും പ്രതിരൂപോ ബഭൂവ തദസ്യ രൂപം പ്രതിചക്ഷണായ. ആ ദേവേന്ദ്രൻ അതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നതും പരമാത്മാവ് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ തല ഇറക്കുന്നത് ആരാണ്? ദേവേന്ദ്രനല്ല, അതിൻ്റെ ഉള്ളിലും കുടികൊള്ളും. ഇത് തന്നെയാണ് അർജുനനോട് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്. യുദ്ധസ്വ സൗമ്യ, പിന്നെന്താ പറഞ്ഞത്? നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. എന്തുകൊണ്ട് ഇത് പറഞ്ഞു കൊടുത്തു? നിങ്ങൾ കണ്ടുപിടിക്കണം ഭഗവത്ഗീത ഏത് അധ്യായമാണ്, ഏത് ശ്ലോകമാണെന്നൊക്കെ. വളരെ ഫേമസ് ആയിട്ട് എല്ലാവർക്കും അറിയാം. നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. വിശ്വരൂപ, വെരി ഗുഡ്. വിശ്വരൂപ ദർശനം. അതിന് 11 അധ്യായം 33 ശ്ലോകം. ഇത് തന്നെയാണ് അർജുനനോടും പറഞ്ഞത്. നീ യുദ്ധം ചെയ്തോളൂ, നീ വെറും നിമിത്തമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ സാധിച്ചു? ഞാനാണ് നിൻ്റെ ഉള്ളിലിരുന്ന് പ്രേരക ശക്തി, ഞാനാണ് കാരണം എന്ന് പറയും. അത് തന്നെ അതറിയാം അഥർവണ മഹർഷിക്ക്. അതുകൊണ്ടാണ് ഇവിടെ ഇന്ദ്രൻ തലയിറക്കാൻ വന്നപ്പോൾ അദ്ദേഹം നിന്നു കൊടുത്തു. അപ്പം നമ്മൾ ഒരിക്കലും അഥർവണ മഹർഷിയെ ഒരു നിസാരക്കാരനായി കാണരുത്. അദ്ദേഹം മഹാത്മാവാണ്, മഹാസിദ്ധനാണ്. അദ്ദേഹത്തിന് ഇന്ദ്രനൊക്കെ വെറും തൃണമാണ് മുന്നിൽ വരുന്നത്. ഇന്ദ്രനെയൊക്കെ ജയിക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ട്, അല്ലേ? എങ്ങനെയാണോ വസിഷ്ഠ മഹർഷി, വിശ്വാമിത്ര മഹർഷി ഇത്യാദി മഹാത്മാക്കളുടെ ചരിത്രം നമ്മൾ കണ്ടത്, അല്ലേ? ഒരു പശുവിനെ കൊണ്ട് വസിഷ്ഠ മഹർഷി ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു മഹാത്മാവാണ് അഥർവണ മഹർഷി. അപ്പം ഇന്ദ്രനെ ഭയപ്പെട്ടിട്ടല്ല, അയ്യോ എൻ്റെ തല പോവുമല്ലോ, അങ്ങനെ ഭയപ്പെട്ടിട്ടല്ല ചെയ്തു കൊടുത്തത്. ഈ കാരണം കൊണ്ടാണ്. എന്ത്? തദസ്യ രൂപം പ്രതിചക്ഷണായ. അപ്പം ഭയം എവിടെ, അല്ലേ? നമുക്ക് എന്തുകൊണ്ടാണ് ഭയം? ദ്വൈത ആപത്തി ഉള്ളത് കൊണ്ടാണ് ഭയം. അദ്ദേഹത്തിന് അതില്ല. അതുകൊണ്ടാണ് ധീരനായി നിന്നുകൊണ്ട് ശിരസിനെ കൊടുത്തത്. ഓക്കെ, നമുക്ക് മടങ്ങി വരാം. ഇന്ദ്രോ മായാഭിഹി. അടുത്ത അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാരോട് പറയുകയാണ്, ഇന്ദ്രോ മായാഭിഹി പുരുരൂപ ഈയതേ. ഇവിടെ ഇന്ദ്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഈശ്വരൻ, പരമാത്മാ, സൃഷ്ടികർത്ത എന്നുള്ള അർത്ഥമാണ് ഇന്ദ്രൻ എന്ന വാക്കിന്. ഇന്ദ്രൻ എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. നേതാ എന്നാണ്. യതീന്ദ്രൻ, അല്ലേ? നരേന്ദ്രൻ, രവീന്ദ്രൻ, അല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ? അതിൻ്റെ ഒക്കെ കൂടെ ഇന്ദ്രനുണ്ട്. രവീന്ദ്രൻ എന്ന് വെച്ചാൽ എന്താണ്? രവികളുടെ, രവി എന്ന് വെച്ചാൽ പ്രകാശം. സൂര്യൻ എന്നുള്ള, ചന്ദ്രൻ എന്നുള്ള ആ അർത്ഥമല്ല. പ്രകാശങ്ങളുടെ സ്വരൂപൻ എന്നാണ് അർത്ഥം. നരേന്ദ്രൻ അതുപോലെ തന്നെ ഇവിടെ ഇന്ദ്രൻ എന്ന് വെച്ചാൽ നേതാ, ആ അർത്ഥമാണ് ഇവിടെ പറയുന്നത്.
മായാഭിഹി, മായാഭിഹി എന്ന് വെച്ചാൽ മായാസഹിതനായിക്കൊണ്ട് പുരുരൂപ ഈയതേ. പുരുരൂപം എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്, എഴുതിക്കോളൂ. പുരുരൂപം എന്ന് വെച്ചാൽ ഒന്ന് സർവരൂപം. പുരുരൂപം എന്ന വാക്കിൻ്റെ ഒന്നാമത്തെ അർത്ഥം സർവരൂപം, രണ്ടാമത്തെ അർത്ഥം ബഹുരൂപം അല്ലെങ്കിൽ അനേകരൂപം. രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ് കേട്ടോ, പക്ഷെ രണ്ട് സിനോണിമസ് ആയിട്ട് അതിനെ കാണണം, പര്യായ പദങ്ങളായി കാണണം. ഒന്നുകൂടെ പറയാം. ഇന്ദ്രോ മായാവിഹി പുരുരൂപയ്യതേ. ഇന്ദ്രൻ എന്നാൽ ഈശ്വരൻ, സൃഷ്ടികർത്ത. ആ സൃഷ്ടികർത്താവാണ് മായാഭിഹി, മായാസഹിതനായിക്കൊണ്ട് പുരുരൂപ. പുരുരൂപ എന്ന് വെച്ചാൽ സർവരൂപങ്ങളും അനേക രൂപങ്ങളും. ഈയതേ, ഈയതേ എന്ന് വെച്ചാൽ വ്യാപിച്ചിരിക്കുന്നത്. ഈയതേ എന്ന വാക്കിൻ്റെ അർത്ഥം വ്യാപിച്ചിരിക്കുന്നത്. ഇന്ദ്രോ മായാഭിഹി പുരുരൂപ ഈയതേ. പരമാത്മാവ് തന്നെയാണ് മായാസഹിതനായിക്കൊണ്ട് എല്ലാ രൂപങ്ങളിലും. അല്ലേ? നമ്മൾ കഠോപനിഷത്തിൽ അത് ഒരു മന്ത്രമുണ്ട്. ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻശ മൈഥുനാൻ ഏനേനൈവ വിജാനീത കിമത്ര പരിശിഷ്യതേ. അതായത് ഏന രൂപം എല്ലാ രൂപങ്ങളിലും, രസം എല്ലാ രസങ്ങളിലും, ഗന്ധം എല്ലാ ഗന്ധങ്ങളിലും, ശബ്ദം എല്ലാ ശബ്ദങ്ങളിലും. അല്ലേ? പരമാത്മാവ് തന്നെയാണ് ശബ്ദ സ്പർശ രൂപരസഗന്ധനായിരിക്കുന്നത് എന്ന്. അത് തന്നെ ഇവിടെ പറയുന്നു. മറ്റൊരു അക്ഷരങ്ങളിലൂടെ മാറുന്നേ ഉള്ളൂ, അർത്ഥത്തിന് വ്യത്യാസം വരുന്നില്ല. എന്താണ്? ഇന്ദ്രോ മായാഭിഹി പുരുരൂപ ഈയതേ. അതുകൊണ്ടാണ് ദേവേന്ദ്രൻ വന്നപ്പോൾ എന്താണ്, ഇത് ദേവേന്ദ്രനല്ല, സാക്ഷാൽ ഇന്ദ്രനാണ്, പരമാത്മാവാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്താണ്, സന്തോഷത്തോടു കൂടി തൻ്റെ ശിരസിനെ കൊടുത്തത്. അടുത്ത വാക്ക് യുക്താഹി അസ്യ ഹരയഃ. ഹരയഃ, ഇവിടെ ഹരയഃ എന്ന വാക്കിൻ്റെ അർത്ഥം ബഹുവചനാണ്. ഹര, ഹരയഃ എന്ന് പറയുമ്പോൾ ബഹുവചനം. ഹര എന്ന് വെച്ചാൽ ഏകവചനം വരും, ഹരയഃ എന്ന് വെച്ചാൽ ബഹുവചനം വരും. ഇന്ദ്രിയങ്ങൾ എന്നുള്ള അർത്ഥമാണ്. അതോടെ എഴുതിയിട്ട് നമുക്ക് നിർത്താം, ബാക്കി നാളെ പഠിക്കാം. ഹരതി ഇതി ഹര. ഹര, ഹര എന്ന വാക്കിൻ്റെ അർത്ഥം ഹരതി ഇതി ഹര. എൻ്റെ അർത്ഥം നാളെ പഠിക്കാം. യുക്താഹി അസ്യ ഹരയഃ ശതാ ദശ ഇതി എന്ന് വെച്ചാൽ പരമാത്മാവ് തന്നെയാണ് 10 ഇന്ദ്രിയങ്ങളിലും 100 ഇന്ദ്രിയങ്ങളിലും. ദശം എന്ന് വെച്ചാൽ 10, ശതം എന്ന് വെച്ചാൽ 100. അല്ലേ? അല്ലേ? സഹസ്രം എന്ന് വെച്ചാൽ 1000. അത്ര സർവ ഇന്ദ്രിയങ്ങളിലും പരമാത്മാവ് തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത്. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശർഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്തോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.